തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന കേസിൽ പ്രതി അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിലാണ് ഫോറൻസിക് പരിശോധന. മൃതദേഹം സംസ്കരിച്ച സ്ഥലങ്ങൾ പോലീസ് ഇന്ന് കുഴിച്ച് പരിശോധിക്കും. പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണ് എന്നാണ് അനീഷയുടെ മൊഴി. നടരാജ് പരശുറാം വിവരങ്ങളുമായി ചേരുന്നു. നടരാജ്, എന്താണ് ഫോറൻസിക് സംഘം തിരയുന്നത്? 2021 നവംബർ 6 തന്റെ ആദ്യ കുഞ്ഞിനെ അനീഷ കൊലപ്പെടുത്തിയത്. അന്ന് പ്രസവിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു എന്നാണ് അനീഷയുടെ മൊഴി. ആദ്യം കുഴിച്ചിടുന്ന ഒരു അയൽവാസി കണ്ടു. അതുകൊണ്ട് അല്പം മാറി മീൻസ് കുഴി മാന്തിയെടുത്ത് വീണ്ടും മറ്റൊരു സ്ഥലത്ത് വീണ്ടും മറവ് ചെയ്തു എന്നാണ് അനീഷ പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഈ 2 കുഴികളും പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ഇതിന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. തെളിവ് ശേഖരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കുഞ്ഞിന്റെ അസ്ഥികളും മറ്റൊക്കെ തന്നെ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണെങ്കിലും ശ്വാസം മുട്ടിച്ചാണ് കൊന്നതെന്ന് അനീഷ മൊഴി നൽകിയിരുന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടത് പോലീസിന്റെ കേസിന്റെ കാര്യങ്ങളിൽ നിർണായകമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇരിങ്ങാലക്കുട RTOയുടെ സാന്നിധ്യത്തിൽ ഫോറൻസിക് വിദഗ്ധരാണ് പരിശോധന നടത്തുന്നത്. പരിശോധന ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുകയാണ്. അനീഷയുടെ വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ വീടിന് തൊട്ട് പുറകുവശത്തുള്ള 2 ഭാഗങ്ങളിലായിട്ടാണ് കുഴിച്ചിട്ടത്. ഒരു മാവിൻ ചോട്ടിലും മറ്റുമാണ് കുഴിച്ചിട്ടത് എന്നാണ് അനീഷ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ അധികം ആളുകൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലല്ല ഈ വീടിന്റെ പ്രകൃതി. ഒറ്റപ്പെട്ട സ്ഥലം, കുറച്ച് വീടുകളാണ് ഈ ഭാഗത്തുള്ളത്. വീട്ടിന് പുറകിലും മുന്നിലുമായി അല്പം മരങ്ങളും മറ്റുമൊക്കെ തന്നെയുണ്ട്. ഇതിനിടയിൽ ആരും കാണാതെയാണ് അനീഷ പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ മറവ് ചെയ്തത് എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ പ്രസവത്തിനായി യൂട്യൂബ് നോക്കിയിരുന്നു. യൂട്യൂബിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. താൻ ലാബ് ടെക്നീഷ്യനാണ്, കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച അറിവുകളൊക്കെ തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ നിർണായകമായ സഹായം ചെയ്തുവെന്നും അനീഷ മൊഴി നൽകിയതായി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വീണ്ടും പരിശോധിക്കും. ഇപ്പോൾ അനീഷയുടെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധന നടക്കുന്നത്. ഉച്ചയോടുകൂടി ഭവിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തും. ശരി നടരാജ്.